സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർ ഒരു ഇന്ത്യൻ അത്ലറ്റിന്റെ ഫാൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ആ അത്ലറ്റ് വേറെ ആരുമല്ല, ഇന്ത്യൻ ഹോക്കിയുടെ കുലപതി എന്ന് വിശേഷിപ്പിക്കുന്ന ധ്യാൻചന്ദാണ്. അദ്ദേഹത്തിന്റെ അസാധ്യമായ കൈവഴക്കവും കൺട്രോളും ഇന്നും കായിക ലോകം ഉറ്റുനോക്കുന്ന ഒന്നാണ്. 1928-ലും 1932-ലും പിന്നീട് 1936-ലും അദ്ദേഹം ഒളിമ്പിക്സിൽ സ്വർണം നേടിയെങ്കിലും 1936-ലെ ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന്റെ പ്രകടനം കായിക ലോകത്തെ മാത്രമായിട്ടില്ല നിർമ്മിച്ചിരുന്നത്. അന്നത്തെ നാസി ജർമ്മനിയുടെ തലവനായ ഹിറ്റ്ലറിനെ കൂടിയായിരുന്നു. അന്ന് ഇന്ത്യ നാസി ജർമ്മനിയോട് 8-1 വിജയിച്ചു. അതിൽ 6 ഗോളും ധ്യാൻചന്ദിന്റെ സംഭാവനയായിരുന്നു. പിന്നീട് ഒരിക്കൽ ധ്യാൻചന്ദ് തന്നെ പറയുകയുണ്ടായി, അന്നത്തെ മാച്ചിന് ശേഷം ഹിറ്റ്ലർ തന്നെ അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് ക്ഷണിക്കുകയും ജർമ്മൻ ആർമിയിൽ ഒരു ഓഫീസർ പദവി വാഗ്ദാനം ചെയ്യുകയും ചെയ്തുവെന്നും അദ്ദേഹം അവിടെ വെച്ച് തന്നെ നിരസിച്ചുവെന്നും. ധ്യാൻചന്ദിന്റെ പ്രകടനം പലപ്പോഴും അത്ഭുതകരമായിരുന്നു. ഒരിക്കൽ ഹോളണ്ടിൽ വെച്ച് നടന്ന ഒരു മാച്ചിൽ അദ്ദേഹത്തിന്റെ അവിശ്വസനീയമായ പ്രകടനം കണ്ട് വിശ്വസിക്കാനാവാതെ സംഘാടകർ കളി നിർത്തി അദ്ദേഹത്തിന്റെ ഹോക്കി ബാറ്റ് ഓടിച്ച് അകത്ത് കാന്തമുണ്ടോ എന്ന് നോക്കിയതായി അന്നത്തെ സ്പോർട്സ് മാഗസിനുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ധ്യാൻചന്ദിന്റെ സംഭാവനകൾ അളവറ്റതാണെങ്കിലും അദ്ദേഹത്തെ ആദരിക്കാനായി രാജ്യം അദ്ദേഹത്തിന്റെ ജന്മദിനം നാഷണൽ സ്പോർട്സ് ഡേ ആഘോഷിക്കുകയും